അവനെന്തേലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടാവോ? അതിന്റെ ദുസ്സൂചനയാവോ ഞാനിപ്പോ കണ്ട ഈ ദുസ്വപ്നം? മോനെ, നീ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടിനൊക്കെ കാരണക്കാരൻ ഏട്ടനാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇല്ലടാ, നിന്റെ ഏട്ടന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ ഈ ഏട്ടൻ അറിയൂ. എന്തെങ്കിലും നീയും ആ സത്യം മനസ്സിലാക്കും. അന്ന് നിന്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറാൻ ഈശ്വരൻ അവസരം ഒരുക്കട്ടെ. ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനേ നിന്റെ ഏട്ടന് കഴിയൂ. ഇവനൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്നു? ഒന്ന് വിളിച്ചാ കൂടി ഫോൺ എടുക്കില്ല. പവിത്രൻ ചേട്ടനാണല്ലോ. ഹലോ പവിത്രേട്ടാ, നീയൊക്കെ അവിടെ എന്തെടുക്കുവാടാ? കള്ളും വലിച്ചേരി ആഘോഷിക്കുവാണോ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. അയ്യോ അല്ല ഏട്ടാ, ഇവിടെ ആ പയ്യനൊരു കുരുത്തക്കേട് കാണിച്ചു. എന്താ? എന്തുപറ്റി? അവനൊന്ന് ചാടിപ്പോവാൻ ശ്രമിച്ചു. പക്ഷേ തക്ക സമയത്ത് തന്നെ ഞങ്ങൾ അവനെ ലോക്ക് ചെയ്തു. അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കണ്ട് നീയൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കായിരുന്നോടാ? ദേ, ഒരു കാര്യം ഞാൻ പറയാം. അവനെങ്ങാനും രക്ഷപ്പെട്ട നിന്നെ എന്നെയൊന്നും ഈ ഭൂമിക്ക് മുകളിൽ വച്ചേക്കില്ല CKC. അങ്ങനെ സ്വഭാവം അറിയാലോ നിനക്ക്. ചേട്ടൻ പേടിക്കണ്ട. കുറച്ച് ദിവസത്തേക്ക് കയ്യും കാലം കെട്ടിയിട്ടില്ലെങ്കിൽ പോലും അവൻ എഴുന്നേക്കില്ല. അവനെ ഇടിച്ച് ഇഞ്ച പരുവാക്കിയിട്ടുണ്ട്. ഡാടാ, ദേഹോപദ്രം ഏൽപ്പിക്കുന്നൊക്കെ കൊള്ളാം. അവനെ ജീവനോടെ ഇട്ടേക്കണം. അതൊന്നും പേടിക്കണ്ട ഏട്ടാ, ആള് സേഫാ. അല്ല ചേട്ടനെന്താ വിളിച്ചത്? അത് പറയാം. എന്റെ ഒരു സുഹൃത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പണ്ട് ഞങ്ങൾ ഒരുമിച്ച് കുറെ കൊട്ടേഷനൊക്കെ എടുത്തിട്ടുള്ളതാ. എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒളിവിൽ താമസിക്കാനാണോ? ഏയ്, അവന് പ്രശ്നമൊന്നുമില്ല. വേറൊരു കേസ് ഏറ്റെടുത്തിട്ടുള്ള വരവാ. വിക്രമൻ എന്ന അവന്റെ പേര്. വിക്രമനും അവന്റെ ഒരു സുഹൃത്തും പിന്നെ ഒരു പെണ്ണും ഉണ്ടാവും. പെണ്ണിനെ എന്തോ ഒരു കാര്യത്തിന് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നതാ. കുറച്ച് ദിവസം നമ്മുടെ ഗോഡൌണിലവർക്ക് കഴിയാനുള്ള സഹായം ഒന്ന് ചെയ്തു കൊടുക്കണം. അല്ല ചേട്ടാ, അതിപ്പോ ഉള്ള സൗകര്യത്തിലൊക്കെ വിക്രമനെ അഡ്ജസ്റ്റ് ചെയ്തോളും. സംഗതി അവര് സേഫ് ആയിട്ടൊന്ന് കൂടെ നിർത്തിക്കോണം. നമുക്ക് ഗുണമുള്ള കാര്യ. അല്ല അവരെപ്പോഴാ വരിക? അവരുടനെ എത്തും. നീ നമ്മുടെ ഗോഡൌണിലേക്കുള്ള റോഡ് തുടങ്ങുന്നിടത്ത് നിൽക്ക്. അവിടം വരെയുള്ള ലൊക്കേഷൻ ഞാൻ അവർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. നീ അവരെ അവിടുന്ന് നമ്മുടെ ഗോഡൌണിലേക്ക് കൊണ്ടുപോകണം. ശരി ഏട്ടാ. ഞാൻ രാവിലെ അങ്ങ് എത്തിക്കോളാം. നീ വേഗം പോവാൻ നോക്ക്. ശരി ഏട്ടാ. ഇറങ്ങടി, എടി ഇറങ്ങടി. നടക്ക്, വാടി. അവളെ തുടരുതൊന്ന്. എടി, നിന്നെ തുടരണമെന്ന് മോഹമൊന്നും ഉണ്ടായിട്ടല്ല. ഇങ്ങോട്ട് കയറി വാടി. ഇതേതാ ഈ പെൺകുട്ടി? അവിടെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഇനിയും ഇതുമായിട്ടെന്റെ പ്ലാനിങ് ആണോ? അല്ല, ഇവിടെ ഇവിടെ തന്നെയല്ലേ താമസിപ്പിക്കുന്നത്? ഇവിടെ തന്നെ. പവിത്രൻ ചേട്ടൻ പറഞ്ഞനുസരിച്ച് മുറിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നടക്കണേ ഇങ്ങോട്ട്. നടക്ക്, നടക്കടി. ഇങ്ങോട്ട് നടക്ക്.
CKCയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ 12 സൗണ്ട് ഫയൽസും അരിച്ചു പെറുക്കിയിട്ടും പ്രണവിനെ ഒളിപ്പിച്ചിരിക്കുന്ന ഇടത്തെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി എന്താ ഒരു മാർഗം? എത്രയും വേഗം പ്രണവിനെ ഒളിപ്പിച്ച സ്ഥലം കണ്ടെത്തിയേ പറ്റൂ. ഈ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചത് വെറുതെയായി. ഈശ്വര, മണി 3 കഴിഞ്ഞു. ഇനിയെങ്കിലും കുറച്ചു നേരം ഒന്ന് കിടക്കാം. എന്റെ ദേവി, എന്റെയും ഗൗതമിന്റെയും വലിയ ആഗ്രഹമായിരുന്നു ഒരുമിച്ചുള്ള മൂകാംബിക ദർശനം. ഗൗതമിന്റെ മോചനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ക്ഷേത്രങ്ങളില്ല. ഗൗതമനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്നിറക്കാൻ എന്നെ അനുഗ്രഹിക്കണേ ദേവി. അതുപോലെ തന്നെ പ്രണവിനെ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനും എനിക്ക് എന്തെങ്കിലും ഒരു വഴി അമ്മ പറഞ്ഞു തരണം. എല്ലാം വിചാരിച്ചതുപോലെ ഭംഗിയായി നടന്നാൽ ഞാനും ഗൗതവും ആദ്യം എത്തുന്നത് അമ്മയുടെ സന്നിധിയിലായിരിക്കും. എന്നെ കൈവിടല്ലേ ദേവി.